ഞാൻ പറഞ്ഞല്ലോ സർ, അപ്പന് സുഖമില്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത്. നിനക്ക് വേറെ ജോലി കിട്ടിയിട്ട് പോയെന്നാണല്ലോ നീ ബാക്കിലോട് പറഞ്ഞേക്കുന്നേ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സത്യം പറയടി, നിനക്ക് മേപ്പയിലുള്ള ഷാനെന്നുള്ള ഒരുത്തിനായിട്ട് ചുറ്റികളി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, വിളിക്കുമ്പോ വരണം. പറയൂ. ஜன்பகாக்காக்கு கொஞ்ச நாளாவே என்னமோ கவலை இருந்தது. அவ எனக்கு ஃபோன் பண்ணும்போதெல்லாம் அப்படியே தோணுச்சு. ஏதோ ஒரு ஜோசியக்காரன் என்னமோ சொன்னான்னு அழுதுகிட்டே இருந்தா. ജോത്സൻ എന്തു പറഞ്ഞു? அது 52 வயசு வரைக்கும் அவளுக்கு ஆயுசாம். ஒரு ஆளு வீட்டுல அவளை கொல்லுமா. போலீஸ் தேடினா கூட கொலை பண்ண ஆளை பிடிக்க முடியாதுன்னு ஜாதகத்தை பார்த்த ஒரு ஜோசியர் சொன்னாராம். அப்படி சொன்னதுக்கு அப்புறம் 14வது நாள் தான் இப்படி நடந்துச்சு. സാറേ, അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. വയസ്സ് 50 കഴിഞ്ഞതല്ലേ, തനിച്ച് താമസിക്കുകയല്ലേ, സൂക്ഷിക്കണം. ജാതകത്തിൽ ചിലത് മോശമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. സാറേ, ജാതകത്തിൽ ശരിക്കും അങ്ങനെ കണ്ടു കാണുമോ സാറേ? സാറേ, ഞാൻ അവരുമായിട്ട് റോഡിൽ വഴക്കുണ്ടാക്കി എന്നുള്ളത് നേരാ. പണ്ട് കുറച്ച് പൈസ കടം തന്നിരുന്നു, പലിശയുടെ പ്രശ്നം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സാറേ. അവരെൻ്റെ കടയിൽ നിന്നാണ് അരിയും ഉഴുന്നും ഒക്കെ സാധാരണ മേടിക്കാറ്. കാശിൻ്റെ കാര്യത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും കണക്ക് പറയാനോ മറ്റോ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവരെ ഫോൺ വിളിക്കുക ശല്യപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല സാറേ. നീ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ അത് ആരെങ്കിലും നിന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ? അത്ര അറിഞ്ഞാൽ മതി. അയ്യോ സാർ, അന്ന് രാത്രി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല. അന്ന് രാത്രി ജോലി സമയത്ത് ഒരു ചുവന്ന ബനിയനല്ലേ ഇട്ടിരുന്നത്? അത് സാറേ, എനിക്ക് ഹോട്ടലിലെ ക്ലീനിങ്ങിന് ആകെ ഒരു ചുമന്ന ബനിയനുള്ളൂ. ആ ഭാസ്കറിന് നിന്നോട് വല്ല വിരോധമുണ്ടോ? ഇല്ല, ഞാൻ അടുത്ത് മിണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അയാൾ ഉറപ്പിച്ച് പറയണത് നീ കത്തിയെടുത്ത് അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോണോ കണ്ടു എന്നാണല്ലോ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അയാൾ നുണമാണ് സാറേ, എനിക്കറിയില്ല സാറേ. സത്യം എനിക്കൊന്നും അറിയില്ല സാറേ, നുണമാണ് സാറേ അയാൾ. അയാൾ നുണ പറയണതാണെന്ന് നീ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ നുണ പറയണതല്ല എന്ന് ആര് പറയണത് കേട്ട് വിശ്വസിക്കും? ചെല്ല്. നീ അക്കൻ്റെ അടുത്ത് രാത്രി ചെല്ലാറില്ലേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മളിങ്ങനെ താല്പര്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആന്തര, നീ എടുത്ത പൊങ്ങൂല്ലേ? എടുത്താൽ പൊങ്ങാത്തത്ര കനമൊന്നും അതിനില്ല സാറേ. പിന്നെ നമ്മളെന്ത് പറയാനാ സാറേ, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഈ ചത്ത് കരക്കിളക്കുന്ന സ്ലാവ് പോലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. വാല് പോലും പിടയ്ക്കില്ല. അപ്പോൾ ഭാസ്കര, നിനക്ക് കിട്ടണില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ കയറി നിരങ്ങുന്നുണ്ടോ? ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ ശരി, ഞാൻ പറയില്ല. എന്ത് വന്നാലും ഞാൻ പറയില്ല. സാറിന് എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. അതെന്താ ഭാസ്കര അങ്ങനെ ഒരു കടുംപിടുത്തം? കാരണം നമുക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തരം അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് അസൂയ കുശുമ്പെന്നൊക്കെ. ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ല സാറേ. എന്നാലും ഇപ്പോൾ ഭാസ്കരൻ്റെ അത്ര ഉറപ്പ്? കണ്ണുകൊണ്ട് കാണണമല്ലേ സാറേ. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാരെയാ. ഇവൻ എപ്പോൾ വന്നു എപ്പോൾ പോകണമെന്ന് ആർക്കറിയാം? ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വന്നു. ആർക്കും അറിയില്ലേ ഇവൻ്റെയൊക്കെ ഇഡ്ഡലി എടുക്കൽ എന്താന്ന്. ഈ ഇഡ്ഡലിയുടെ കൂടെ അവൻ എന്ത് ചമ്മന്തിയാ കൂട്ടിക്കടിയുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞ കുറ്റം അസൂയ. ഞാനല്ല സാറേ, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞോളാം. നീ അവരെ വച്ചോണ്ടിരിക്കുന്നല്ലടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി?
ഐറ്റം പീസ് തന്നെ അല്ലേ? സാറേ ഇവിടെ വേണ്ടെന്ന് പറയരുത്. സാറേ നേരി പറഞ്ഞപ്പോ അവന് ദേഷ്യം വരുന്ന കേട്ടോ. നിനക്ക് എത്ര വയസ്സാടാ? എന്താ നിനക്ക് നിന്റെ വയസ്സറിയില്ല? പറയടാ. ചമ്പകമ്മാൾ മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഒരു രാത്രി 9 മണിക്ക് ശേഷം നീ അവരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ശരിയല്ലേ? നീ അവരെ എവിടെ കൊണ്ടുപോയിട്ടാ? സാറേ അവരെൻ്റെ അമ്മേനെ പോലെ സാർ. അമ്പലത്തിൽ ഉത്സവത്തിന് രാത്രി കൂട്ടിന് വരുമെന്ന് എൻ്റെ അടുത്ത് ചമ്പമ്മ ചോദിച്ചാ. വേറെ ആരും കൂട്ടില്ലാത്തോണ്ട് എന്നെ വിളിച്ച്. ഞാൻ ഷെഫിനോട് പറഞ്ഞ് രാത്രി ഡ്യൂട്ടിന്ന് ലീവ് എടുത്തിട്ടാ അന്ന് അമ്മേനോട് പോയത്. അവരെ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ പരിചയമുണ്ടായിരുന്ന ആരും അന്ന് കച്ചേരിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാ അമ്മ എന്നെ കൊണ്ടിട്ട് പോയത്. സർ, തനിക്ക് ആ കേസ് ഒന്ന് ഡാമേജ് കൺട്രോളായിട്ട് 15 ദിവസം എന്ന് പറഞ്ഞ 15 ദിവസമാണ്. സർ. സൈമൺ, മറ്റൊരുത്തിനെ തനിക്കൊരു കിട്ടിയില്ലടോ. സർ. എത്ര എണ്ണത്തിനെ കെട്ടി തൂക്കിയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ സർ. ആൻഡ് യു മസ്റ്റ് ഗോ ഓൺ ദ മോസ്റ്റ് കൺവീനിയന്റ് ഫിറ്റ്, ബട്ട് ദ ക്യാച്ച് ഷുഡ് ബി പെർഫെക്റ്റ്. കേട്ടോ? അജയ, പോലീസുകാർ നിന്നെ അടിച്ചോടാ? ഇല്ല, അവര് ചോദിച്ചതിനൊക്കെ ഞാൻ അറിയാവുന്നത് പറഞ്ഞു. നാട്ടിലുള്ള എല്ലാവർക്കും അവരിന്ന് തോനെ തെറിയിട്ടുന്നുണ്ട്. നമ്മുടെ പലചരക്കടയിൽ ആ പവിത്രേട്ടനില്ലേ, അയാൾക്ക് കിട്ടി തെറിയുടെ കഥ കേട്ടപ്പോണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. അവരാരും പോലെ അല്ല ഞാൻ. എന്നെപ്പോലെ ഒരാൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും. കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, തൂക്കാമ്പറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ? അറിയാതെ കാലൊന്നും എഴുതിപ്പോയാൽ താങ്ങാൻ ആരും ഉണ്ടാവില്ലോ എന്നുള്ള പേടി. ആ പേടിയൊക്കെ കളയജയ, ഞങ്ങളൊക്കെ ഇല്ലേ. ഒരു പ്രശ്നം വന്ന ആരും ഉണ്ടാവില്ല, ഒക്കെ വെറുതെ പറയാ, അനുഭവിച്ചാലേ അറിയുള്ളൂ. നീ അങ്ങനൊന്നും കരുതല്ലേ, ഞാനുണ്ട് കൂടെ, കട്ടയ്ക്ക് സപ്പോർട്ട്. പോരെ? വിശ്വാസമായില്ല അല്ലേ? കണ്ണടക്കി അടക്കി. വിരൽത്തുമ്പും ചുംബിക്കും നിമിഷത്തിൻ ചിറകടികൾ മൗനം. മനസ്സ് മനസ്സിലേക്കൊഴുകും പ്രവാഹത്തിൻ തിരയടികൾ മൗനം. ഇപ്പൊ നിനക്ക് ഇത്തിരി ധൈര്യമൊക്കെ വന്നില്ലേ?